നമസ്കാരം, KH ന്യൂസിലേക്ക് സ്വാഗതം. യമനിൽ അമേരിക്കയുടെ വ്യോമാക്രമണം, 68 പേർ കൊല്ലപ്പെട്ടു. ആഫ്രിക്കൻ കുടിയേറ്റക്കാരാണ് കൊല്ലപ്പെട്ടത്. 47 പേർക്ക് പരിക്കേറ്റതായി വിവരം. നാവികസേനയ്ക്ക് 26 മറൈൻ പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള റാഫേൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പിട്ടു. ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണിത്. അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തിലെ 2 പേർ കൂടി മലപ്പുറത്ത് പിടിയിൽ. ഒമാനിൽ നിന്നും കാർഗോ വഴി എത്തിച്ച് വീട്ടിൽ സൂക്ഷിച്ച 1.5 കിലോയോളം MDMA പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. ആക്രമണത്തിന് ശേഷം രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. റാപ്പർ വേഡൻ എന്ന ഹിരൺ ദാസ് മുരളിയെ കഞ്ചാവ് ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വേടന്റെ കഴുത്തിലെ മാലയിലുള്ള പുലിപ്പല്ല് ഒറിജിനലാണെന്ന് കണ്ടെത്തിയതോടെ വനം വകുപ്പും വേടനെതിരെ അന്വേഷണം തുടങ്ങി. തുഷാര കൊലക്കേസിൽ ഭർത്താവ് ചന്ദലാലിനും മാതാവിനും ജീവപര്യന്തവും തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. മുതലപ്പോഴിയിൽ പൊഴി മുറിച്ചതിന് പിന്നാലെ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം. പൂന്തുറ സ്വദേശി ലിജോയുടെ ഉടമസ്ഥതയിലുള്ള വേളാങ്കണ്ണി മാത എന്ന വള്ളമാണ് മറിഞ്ഞത്. മാങ്കുളം ആനക്കുളം പേമരം വളവിൽ വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലർ 30 അടി താഴ്ചയിലേക്ക് പതിഞ്ഞ് അപകടം. 3 കുട്ടികൾ ഉൾപ്പെടെ 17 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കോട്ടയത്ത് യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിൽ മുറിവേറ്റ പാടുകളും രക്തക്കറയും ഉണ്ടായിരുന്നു. സംഭവത്തിൽ ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ തിരുവനന്തപുരം വെള്ളയമ്പലത്തിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.